പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ, നിന്റെ പ്രാർത്ഥനകൾ എൻ്റെ വഴികളിൽ അഭയമായി മാറുന്നു. നിന്റെ കണ്ണുനീർ മാലാഖച്ചിറകുന്നത് പോലെ എന്നെ പൊതിഞ്ഞു പിടിക്കുന്നു. എന്തൊരു ശക്തിയാണ് അമ്മമാരുടെ കണ്ണുനീരിനെന്ന് ഓർമ്മപ്പെടുത്തുന്ന തിരുനാളാണ്. ഞാൻ എൻ്റെ അമ്മയുടെ കണ്ണീരിൻ്റെ പുത്രനാണെന്ന് സഭയിലെ ഏറ്റവും വലിയ വിശുദ്ധനും വേദജ്ഞാനിയുമായ അഗസ്തീനോസ് പറയാൻ കാരണക്കാരിയായ അമ്മയുടെ തിരുനാൾ വിശുദ്ധ മോനിക്ക. 33 വർഷങ്ങൾ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ശരിക്കും അമ്മയുടെ കണക്കിൽ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാൾ, കൈവിട്ടു പോകുമെന്നറിഞ്ഞിട്ടും ഇനി തിരിച്ചെടുക്കാനാവില്ല എന്ന് തോന്നിയിട്ടും അമ്മ ആ മകനെ ഇങ്ങനെ വിട്ടുകളയുന്നില്ലല്ലോ. ക്ഷമ വഴി സ്നേഹം കൊണ്ട് പാഷണ്ഡിയായിരുന്ന തൻ്റെ ഭർത്താവിനെ വിശ്വാസ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു ഉത്തമയായ ഭാര്യ. പക്ഷെ പിന്നീട് അമ്മ കരയേണ്ടി വന്നത് മകനെ ഓർത്തിട്ടാണ്. നിസ്സാരക്കാരനായിരുന്നില്ല എന്നേ, വളരെ പാണ്ഡിത്യമുണ്ടായിരുന്ന, അഗാധമായ ജ്ഞാനമുണ്ടായിരുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെ ഈ ഒരാളെ തിരിച്ചു കൊണ്ടുവരാന്നുള്ളത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ തിരിച്ചെടുത്തല്ലേ പറ്റുള്ളൂ. കർത്താവേ, എൻ്റെ കുഞ്ഞിനെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ് ഈശോയുടെ മുൻപിൽ വന്ന് ഇങ്ങനെ കണ്ണീരോടുകൂടെ കർത്താവിനെ വിടാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സുവിശേഷത്തിൽ കണ്ടതാണ്. എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു, തിരിച്ചു കിട്ടിയേ പറ്റുള്ളൂ. കർത്താവ് പറയും, നായ്ക്കൾക്ക് അപ്പൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല, നീ പോ. പക്ഷെ വിടാൻ പറ്റില്ലല്ലോ. എൻ്റെ കർത്താവെ, നീ അല്ലാതെ പറ്റില്ല, നീ അല്ലാതെ മറ്റാർക്കും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള വലിയ പ്രാർത്ഥനയോടുകൂടെ നിലവിളിയോടുകൂടെ തൻ്റെ മകൾക്ക് വേണ്ടി തപസ്സിരിക്കുന്ന ഒരു അമ്മയെ കണക്ക് വർഷങ്ങളോളം തപസ്സിരുന്ന ഒരു അമ്മ. വിശുദ്ധ മോനിക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, അഗസ്തീനോസുമാരുണ്ടാവണമെങ്കിൽ ഒരമ്മയുടെ പ്രിയപ്പെട്ടവരാരുടെയോ നിറഞ്ഞ കണ്ണീരോടുകൂടിയുള്ള പ്രാർത്ഥനകൾ, നിലവിളികൾ ആവശ്യമുണ്ടെന്ന് തന്നെയാണ്. അങ്ങേയറ്റത്തെ സാധ്യതകൾ പോലും തള്ളിക്കളയാതെ, 1% പോലും ഇല്ലാത്ത സമയത്ത് പോലും മനസ്സ് മടുക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്നുള്ളതാണ് വിശുദ്ധ മോനിക്കയുടെ ഓർമ്മപ്പെടുത്തൽ. അത് തന്നെയാണ് നിരന്തരം കർത്താവിനോട് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ. നിങ്ങൾ അവരുടെ കാവൽക്കാരാണെന്നും നിങ്ങളല്ലാതെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേറെ ആരും ഇല്ല എന്നൊക്കെയുള്ള ഓർമ്മപ്പെടുത്തൽ. ശരിക്കും വിശുദ്ധ മോനിക്ക ഇങ്ങനെ നിന്നില്ലായിരുന്നെങ്കിൽ വിശുദ്ധ അഗസ്തീനോസ് ഉണ്ടാവില്ലായിരുന്നല്ലോ. പരിശുദ്ധ മാതാവിനെ നമ്മൾ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ചിത്രത്തിൽ കാണുന്നുണ്ട്. ഈശോയോടൊപ്പം കുരിശിൻ്റെ വഴികളിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സാത്താൻ്റെ നോട്ടം മുഴുവൻ ഈ അമ്മയിലേക്കാണ്. അവളെ ഇങ്ങനെ ഒന്ന് മാറ്റി നിർത്താനായാൽ ഈ മകനെ വീഴ്ത്താനാവുമെന്നുള്ളൊരു ചിന്തയുണ്ട് സാത്താന്. ക്രിസ്തുവിൻ്റെ കാര്യത്തിൽ അത് അസാധ്യമാണെങ്കിലും ഒരു സാധാരണ മനുഷ്യനായിരുന്ന അഗസ്റ്റിൻ്റെ കാര്യത്തിൽ അത് സാധ്യമായിരുന്നു സാത്താന്. പക്ഷേ സ്വന്തം മകന് ഒരു സംരക്ഷണ കോട്ടയായ ഒരു അമ്മയുടെ പ്രാർത്ഥനാപൂർവമുള്ള ഒരു നിൽപ്പുണ്ട്, ഒരു കൂടെ നടപ്പുണ്ട്, വിട്ടുകളയാതെയുള്ള ഒരു പൊതിഞ്ഞു പിടിക്കലുണ്ട്. ആ കോട്ടയ്ക്കപ്പുറത്തേക്ക് പോകാൻ ഒരു നരകത്തിനും പറ്റില്ല, ഒരു സാത്താൻ്റെ ആയുധങ്ങൾക്കും സാധിക്കില്ല. അമ്മയുടെ നെഞ്ചു പിളർന്നിട്ടല്ലാതെ അപ്പുറത്തേക്ക് പോക്ക് സാധ്യമല്ലെന്നറിയാവുന്ന സാത്താൻ ഇങ്ങനെ തോറ്റു പിന്മാറുന്ന കാഴ്ചയിലാണ് വിശുദ്ധ അഗസ്റ്റിൻ എന്ന് പറയുന്ന വേദപാരംഗതൻ, സഭാപണ്ഡിതൻ, വിജ്ഞാനിയായിട്ടുള്ളൊരു വിശുദ്ധൻ കത്തോലിക്ക സഭയ്ക്ക് ലഭ്യമാകുന്നത്. അഗസ്റ്റിൻ എന്ന് പറയുന്ന മഹാവിശുദ്ധൻ്റെ, മഹാപണ്ഡിതൻ്റെ നിഴലിൽ നിൽക്കേണ്ട ഒരാളല്ല വിശുദ്ധ മോനിക്ക. നേരെ മറിച്ച് ഈ ഒരു അമ്മയുടെ നിഴലിൽ നിൽക്കേണ്ട ഒരാളാണ്. ശരിയാണ്, വിജ്ഞാനവും വിശുദ്ധിയും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ അമ്മത്തണലിൽ നിൽക്കേണ്ട ഒരാൾ തന്നെയാണ് വിശുദ്ധ അഗസ്റ്റിൻ. അദ്ദേഹത്തിനും അത് തന്നെയായിരുന്നു താല്പര്യം എന്ന് തോന്നുന്നു. ഒരമ്മ എങ്ങനെയാണ് മകനെ പൊതിഞ്ഞു പിടിക്കണമെന്നുള്ളതിന് നമ്മളെ അമ്മമാരെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. പൗരോഹിത്യത്തിൻ്റെ വഴികളിൽ ഇങ്ങനെ താങ്ങും തണലുമായി കരുത്തായി കൂടെ നിന്ന് ഈ അൾത്താരയോളം എത്തിച്ചൊരമ്മയുടെ ഓർമ്മയിൽ നിന്നിട്ടാണ് പറയണത്, നമ്മുടെ അമ്മമാരുടെ പ്രാർത്ഥനകൾക്ക്, അവരുടെ കണ്ണീരിന് എന്തൊരു ശക്തിയാണെന്നറിയാവോ. ശരിക്കും നരകത്തെ പോലും തോൽപ്പിക്കാനുള്ള ശക്തിയുണ്ട് ആ കണ്ണീരിന്, അവരുടെ പ്രാർത്ഥനകൾക്ക്, അവരുടെ കൂട്ടുനിൽപ്പിന്.
വിശുദ്ധ മോനിക്കയുടെ തിരുനാളിൽ സ്വർഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അത് തന്നെയാണ്. തിരിച്ചു വരവിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവട്ടെ. നരകം വല്ലാതെ ബാധിച്ചിരിക്കുന്ന, പിശാച് ക്രൂരമായി ആവേശിച്ചിരിക്കുന്ന, പ്രലോഭനങ്ങളിൽ ഉഴറിക്കൊണ്ടിരിക്കുന്ന, അങ്ങനെ നരകത്തിൻ്റെ ക്ലച്ചിങ്ങനെ അമർന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനകൾ, കണ്ണീരോടുകൂടെയുള്ള നിലവിളികളോടുകൂടെയുള്ള പ്രാർത്ഥനകൾ ആവശ്യമുണ്ടെന്ന് തന്നെയാണ് ഈ തിരുനാൾ ഓർമ്മപ്പെടുത്തുന്നത്. കർത്താവേ, വിശുദ്ധ മോനിക്ക അതിന് ഞങ്ങൾക്ക് മധ്യസ്ഥവും മാതൃകയുമാവട്ടെ. മനസ്സുമടുക്കാതെ അകന്നുപോയ പ്രിയപ്പെട്ടവർക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ അമ്മമാരെയും, എല്ലാ പ്രിയപ്പെട്ടവരെയും, എല്ലാ കുഞ്ഞുങ്ങളെയും ഇന്നത്തെ ദിവസം സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, അവരിലേക്ക് പ്രത്യാശയുടെ ആശീർവാദം പകരണമേ എന്നപേക്ഷിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളിൽ മനസ്സുമടുത്തു പോകുമ്പോൾ, അത് അവരുടെ തെറ്റാണെന്ന് പറഞ്ഞ് അവരെ വിധിച്ചകറ്റി നിർത്തുമ്പോൾ, മരിച്ചുപോയിട്ടും സ്വന്തം കുഞ്ഞിൻ്റെ മൃതശരീരത്തെ ഇങ്ങനെ കടൽപ്പരപ്പുകൾക്ക് മുകളിലൂടെ തള്ളിക്കൊണ്ട് നടന്ന ഒരമ്മ ഡോൾഫിൻ്റെ ഓർമ്മയുണ്ടാവണത് നല്ലതാണ്. വിട്ടുകളയരുതെന്നേ. അവർ തിരിച്ചെത്തുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള കണ്ണീരോടുകൂടിയുള്ള പ്രാർത്ഥനകൾക്ക് അത്ര ശക്തിയുണ്ട്. വിശുദ്ധ മോനിക്ക നമ്മളെ ബലപ്പെടുത്തട്ടെ. നല്ല ഉറക്കം ആശംസിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.